ജാസ്മിൻ നീ ഇങ്ങനെ ഇരുന്ന് കരയരുതേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഇവിടെ ക്യാമറ ഇല്ലെങ്കിൽ ഞാൻ എല്ലാം തല്ലി പൊളിക്കും, ചില്ലുകളൊക്കെ ഞാൻ അടിച്ചു പൊട്ടിക്കും, എൻ്റെ ഫ്രസ്ട്രേഷൻ ഞാൻ അങ്ങനെ തീർത്തേനെ. നീ കരയരുത്, നീ കരയുന്ന കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ചത്ത പോലെയാ നീ ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി ഇന്നലെ ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നത് എനിക്ക് എൻ്റെ കാര്യം തുറന്നു പറയാൻ പറ്റുന്നില്ല, ഞാൻ എടുത്തു ചാടി എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അതായത് ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തനിക്കൊരു വീഴ്ച പറ്റിയോ എന്ന് ജാസ്മിൻ സംശയിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ് എനിക്ക് ഇന്നലെ ജാസ്മിൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഇപ്പോൾ നമ്മൾ ഒരാൾ ക്യാമറ അറ്റൻഷന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നമുക്കതിന് സൗകര്യമുള്ളൊരു സ്ഥലത്ത് പോയിരുന്നിട്ടായിരിക്കും ആ ഡ്രാമ ഇറക്കുക. അങ്ങനെ ജാസ്മിൻ ഡ്രാമ ഇറക്കിയതായിട്ട് മുമ്പ് പലപ്പോഴും തോന്നിയിട്ടൊക്കെ ഉണ്ട്. ഇന്നലെ പക്ഷേ ജാസ്മിൻ ഒട്ടും വിസിബിൾ അല്ലാത്ത വാഷ്റൂം ഏരിയയുടെ ആ ഒരു സൈഡിൽ പോയിരുന്നിട്ടാണ് ഗബ്രിയും ജാസ്മിനും സംസാരിക്കുന്നത്. അതിനുശേഷം കരച്ചിലടക്കാൻ പറ്റാതായപ്പോൾ നേരെ ഡ്രസ്സിംഗ് റൂമിനകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ടുണ്ട്. ബട്ട് കുറച്ചൊക്കെ ജാസ്മിൻ ഡിസർവിങ് ആണ്. കാരണം റിലേഷൻഷിപ്സിന് വാല്യൂ കൊടുക്കാത്ത ആൾക്കാർ ഡിസർവിങ് ആണ് ചിലതൊക്കെ അനുഭവിക്കാൻ. നിങ്ങളായിട്ട് സ്വയം വരുത്തി വെച്ചതാണല്ലോ. നിങ്ങൾക്കൊന്നും പ്രായം 3 അല്ല, 23, 24 ഒക്കെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.